നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടൊരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഒതുങ്ങുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു യൂട്യൂബ് ഇൻട്രോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ഇൻട്രോ വീഡിയോ എങ്ങനെ വളരെ പെട്ടെന്ന് മേക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന 2 ആപ്ലിക്കേഷനിലാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മാത്രം മതി. ഓക്കെ, ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന 2 ആപ്ലിക്കേഷനുകളാണ്. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആനിമേഷൻ മേക്കർ എന്നാണ്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ അപ്ഡേറ്റഡ് വെർഷൻ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ആ ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓൺലൈനായിട്ട് ടെംപ്ലേറ്റ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതിനേക്കാളും സിമ്പിളായിട്ട് അതിൻ്റെ ഓൾഡ് വെർഷൻ്റെ ഒരു ലിങ്ക്, ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു ലിങ്കിൽ പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ടാമത് ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൈൻമാസ്റ്റർ ആണ്. ഈ 2 ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വളരെ മെച്ചത്തിൽ നിങ്ങൾക്കൊരു ഇൻട്രോ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വോയിസ് ഓവറിലൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആനിമേഷൻ എഡിറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ടെക്സ്റ്റ് ആനിമേഷൻ മേക്കർ. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനായിരിക്കും പറയുന്നത്. അവിടെ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ എൻ്റെ ചാനലിലെ പേര് എഴുതുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിനുള്ളതാണ് ഈ ഫോട്ടോയുടെ പടവും അതുപോലെ തന്നെ ഗ്യാലറിയുടെ പടം കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു സ്പെസിഫിക് ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ പലതരത്തിലുള്ള സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈലുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഇൻട്രോ അവിടെ വളരെ സിമ്പിളായിട്ടുള്ള ആ ഇൻട്രോ അവിടെ മാറി കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രെയിംഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റത്തെ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ആദ്യത്തെ ആ ഒരു സംഭവം തന്നെ ആദ്യത്തെ വേണ്ട ഒരു എന്തെങ്കിലും ഒരു സെറ്റപ്പുള്ള നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇവിടെ ഈ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നത് സേവ് ആസ് വീഡിയോ എന്നൊരു കാര്യം ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലാൻഡ്സ്കേപ്പ് ആണെന്നും അതുപോലെ തന്നെ ഇവിടെ 1080p ക്വാളിറ്റി സേവ് ചെയ്യുന്നതും കാര്യങ്ങൾ സെറ്റിങ്സ് ശരിയാക്കി വയ്ക്കുക. ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് സേവ് ആക്കിയെടുക്കുക. ഓക്കെ, അത് കുറച്ച് സമയത്തിന് ശേഷം അത് ആ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അത് MP4 ഫയലായിട്ടായിരിക്കും സേവ് ആകുന്നത്. ഓക്കെ, ഇപ്പോൾ അവിടെ ആ ഒരു ഫയൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗൂഗിൾ ഫയൽസിൽ പോയിട്ട് ആ ഒരു സംഭവം നിങ്ങളൊരു ഫോൾഡർ മാറ്റിയിടണം. കാരണം ഈ ഒരു ഫോൾഡറിൽ വരുന്നത് ടെക്സ്റ്റ് ആനിമേഷൻ മേക്കർ എന്ന് പറഞ്ഞ ഈ ഫോൾഡറിൽ വരുന്ന സംഭവം നമുക്ക് കൈൻമാസ്റ്ററിൽ നമുക്കത് ലഭിക്കത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇവിടുന്ന് മൂവ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് മാറ്റിയിടുക. ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിലേക്ക് മാറ്റിയിടുകയാണ്. എന്നിട്ട് നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുന്നു. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ സംഭവങ്ങളൊക്കെ ഓൺ ആക്കിയതിന് ശേഷം മീഡിയ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഡൗൺലോഡ് അല്ലെങ്കിൽ ആ ഒരു ഉണ്ടാക്കി വെച്ചിരുന്ന വീഡിയോ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് മാത്രമേ ഈ വീഡിയോ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈസ് അതിൻ്റെ വലുതാവേണ്ട അനുസരിച്ച് ഇപ്പോൾ 10 സെക്കൻഡ് വീഡിയോ ഉണ്ട്, കൃത്യം 10 സെക്കൻഡ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ 10 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഇവിടം വരെയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇത് കുറേ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് കുറേ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ട്രിം ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇത്രയും പീസ് കിട്ടായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഓരോന്നും സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ മാറ്റി കൊടുക്കുക. ഓക്കെ, ഈ ഒരു സംഭവം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള എഫക്ട്സുകളുണ്ട്. അതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഓരോന്നിനും ഓരോരോ കളറുകളാക്കി മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ എല്ലാത്തിനും ഓരോന്നിനും ഓരോരോ കളർ വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മൊത്തം ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഓരോ പീസ് പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ കളർ മാറി വരുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഈ ഒരു നമ്മൾ ഇൻട്രോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കൂടെ കൊടുക്കണം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഏതെങ്കിലും ഒരു പാട്ട്, ഇപ്പോൾ ഞാനിവിടെ കോപ്പിറൈറ്റ് ഇല്ലാതെ ഒരു പാട്ട് ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്യൂൺ നിങ്ങൾ സെലക്ട് ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ഇതെല്ലാം ഒരേ സൈസാണ്. ഇവിടെ മുതലാണ് ഏകദേശം ഒരു സെറ്റപ്പ് വരുന്നത്. അവിടെ മുതൽ നിന്ന് കട്ട് ചെയ്യുക. അത് ഓരോ പാട്ടിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു. ഞാൻ ബിഗിനിങ്ങിലേക്ക് വിടാൻ പോവുകയാണ്. ഓക്കെ, ഇവിടം വരെ എത്തി. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വേണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങളെ ഞാൻ പറയുന്ന കേൾക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് സൗണ്ട് കുറച്ചിടുകയാണ്. ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നന്നായിട്ട് തന്നെ പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ നല്ല രസമായിട്ടുണ്ടല്ലോ, നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേറെ കാര്യം ചെയ്യാൻ പറ്റുന്ന ഈ ലെയറിൽ പോയിട്ട് നമുക്ക് എഫക്റ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള എഫക്റ്റുകൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചില സ്ഥലത്ത് മാത്രം പ്രത്യേക തരത്തിലുള്ള എഫക്റ്റ് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് കവർ ചെയ്യുമ്പോൾ മാത്രം എഫക്റ്റ് വരുന്ന രീതിയിലോ ഒക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ആ ഒരു ഇൻട്രോ ഉണ്ടാക്കിയതിന് ശേഷം അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടൊരു ഇൻട്രോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കൂടെ എനിക്ക് പറഞ്ഞു തരാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ഇൻട്രോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വയ്ക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.